ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർണ്ണവില ഇനി എത്ര കൂടിയാലും അതൊരു പ്രശ്നമല്ല. ഇതാ പരിഹാര മാർഗം. നിങ്ങൾ ഈ വീഡിയോ മൊത്തം ഒന്ന് കാണണം. ഇത് ദൈവവചനമാണ്. ഞാനത് വളരെ അക്കമിട്ട് ദൈവവചനം നിങ്ങളുടെ മുന്നിൽ നിന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് ആമുഖമായി പറഞ്ഞത്. വളരെ ചെറിയ വീഡിയോ ഇത് മൊത്തം ഒന്ന് കാണണം. അതിനുവേണ്ടിയാണ് ഇത് ആമുഖമായി ഇതൊന്ന് പറഞ്ഞത്. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 35-ാമത് വചനം പറയുന്നത്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകില്ലെന്ന. അപ്പം ദൈവവചനത്തിൻ്റെ ഒരു വളരെയേറെ പ്രാധാന്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ അതിപ്രധാനമായ ചില വചനങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ സ്വർണ്ണവിലിനി എത്ര കൂടിയാലും പ്രശ്നമല്ല, അതിന് പരിഹാര മാർഗം വിശുദ്ധ ബൈബിളിലുണ്ട്. അത് സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വചനം കൂടെ ഞാൻ ഇടയ്ക്ക് പറയും. അതുവരെ നിങ്ങളൊന്ന് ശാന്തമായി നിൽക്കണം. 119-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത് വചനം പറയുന്നത്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചെന്ന്. അപ്പം പാപം ചെയ്യാതിരിക്കണമെങ്കിൽ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഇതേ വചനം തന്നെ ജോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിലെ 12-ാം വചനത്തിൽ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടുത്തെ വചനം ഞാൻ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ചെന്ന്. നിധി എന്ന് പറഞ്ഞാൽ അത് സ്വർണത്തെക്കാളും വിലയുള്ളതാവാം, സ്വർണമാകാം, അല്ലെങ്കിൽ രക്തമാകാം, അല്ല നിധി തന്നെയാകാം, എന്തുമായിക്കൊള്ളട്ടെ. അപ്പം നിധി പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്നാണ്. വീണ്ടും ഈ 119-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 9-ാമത് വചനം പറയുന്നത്, യുവാക്കൾ എങ്ങനെയാണ് അവരുടെ ജീവിതം, അവരുടെ ജീവിതാന്തസ്, അവരുടെ പ്രവർത്തന മേഖല, അവരുടെ ആത്മീയത നിർമ്മലമായി സൂക്ഷിക്കുന്നതെന്ന് വചനം പറയുകയാണ്. അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെയാണ് യുവാക്കൾ അത് അങ്ങയുടെ മൊഴികളെ അവരുടെ ജീവിതത്തിൽ പകർത്തി അവരെ നിർമ്മലമായി സൂക്ഷിക്കുന്നതെന്ന്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിൻ്റെ 6-ാം അധ്യായത്തിലെ 10-ാം വചനം പറഞ്ഞ്, അവൻ്റെ സംസാരത്തിൽ വെളിവാക്കപ്പെട്ട ദൈവിക ശക്തിയോടും തേജസ്സിനോടും അവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, കാരണം അവരിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ നിറവുണ്ടായിരുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഈ പ്രധാനപ്പെട്ട വചനത്തെ പറ്റി ധ്യാനിച്ചു വന്നപ്പോൾ സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം 115-ാം വചനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലൊന്ന് എപ്പോഴും ഉണ്ടാകണം. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദുഷ്കർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ, എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനം ഞാൻ പാലിക്കട്ടെ. അപ്പം ദുഷ്കർമ്മികൾ, തിന്മ പ്രവർത്തിക്കുന്ന, മ്ലേച്ഛത, അശുദ്ധി, അങ്ങനെ മറ്റ് പാപത്തിൻ്റെ ചായ്വുകൾ, ഒഴുക്ക്, മദ്യം, മയക്കുമരുന്ന്, മറ്റ് വിവിധങ്ങളായ ആസക്തികൾ, ബലഹീനതകൾ, ഈ മേഖലയിലുള്ള കൂട്ടായ്മകൾ നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് വേർപെട്ട് നമ്മൾ യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക്, വചനത്തിലേക്ക് തിരിച്ചു വരണം. വചനം പറയുന്ന, ദുഷ്കർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ, എന്തെന്നാൽ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനം പാലിക്കട്ടെ എന്ന്. അപ്പം വചനം പാലിക്കാൻ ഇത്തരം കൂട്ടുകെട്ടുകൾ, കൂട്ടായ്മകൾ നമുക്ക് തടസ്സമായി വരുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. വീണ്ടും 1 കൊറിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ 18-ാം വചനം പറയുന്നത്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഈ രക്ഷയുടെ ഈ കുരിശിൻ്റെ വചനം അത് ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കും നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി തന്നെ. ഈ വചനം ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. നിങ്ങളെ ഞാൻ ഒത്തിരി കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നില്ല. സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം അതിൻ്റെ 72-ാം വചനം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വചനമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആയിരക്കണക്കിന് പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, ആയിരക്കണക്കിന് പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം എന്ന് പറഞ്ഞാൽ എത്ര 1000 വെള്ളി സ്വർണ്ണ നാണയം പറഞ്ഞാൽ 1000 പവനായിരിക്കാം, അല്ല അതിൽ കൂടുതലും വരാം, അതിൽ കുറച്ചും ആകാം. അതുപോലെ എത്ര വലിയ ഭൗതികമായ സമ്പത്ത് കിട്ടിയാലും അതിനേക്കാളും വളരെയേറെ വലുതാണ് ദൈവവചനത്തിൻ്റെ ഒരു സാധ്യത, ദൈവവചനത്തിൻ്റെ ഒരു സ്ഥാനമെന്ന് ഇവിടെ വചനം പറയുകയാണ്. ഇവിടെ വീണ്ടും ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വചനം പറയുന്നത്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വരവുമാണ്, അത് ഇരുതേര് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് തുടർന്ന് അങ്ങനെ വചനം പറയുന്നുണ്ട്. ഇതേ വചനം തന്നെ മറ്റൊരു വിധത്തിൽ ജെറമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ ജെറമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 29-ാം വചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വചനം അഗ്നി പോലെയും അത് പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണെന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിസ്മയകരമായ ഈ സാന്നിധ്യം എൻ്റെ എല്ലാ മേഖലയിലേക്കും ഒന്ന് വ്യാപരിക്കാൻ, ഞാൻ ഈ അഭിഷേകം കൊണ്ട് നിറയാൻ, കൃപയുടെ അഭിഷേകം കൊണ്ട് നിറയാൻ, ഈ വചനമനുസരിച്ച് ജീവിക്കാൻ തക്ക ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ.